ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ ആദ്യപടിയായിട്ട് അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗവർണർ അദ്ദേഹം സത്യവാചകം മുഴുവൻ കാണാൻ പഠിച്ചത് അദ്ദേഹം പറഞ്ഞു. ഒരു തമിഴക മക്കളെ മുഴുവൻ ഇളക്കി മറിക്കുന്ന രീതിയിലായിരുന്നു. എല്ലാം കഴിഞ്ഞാൽ ഗവർണർ പറഞ്ഞു നോക്കി വായിക്കാൻ പറഞ്ഞു. കാരണം ഭരണഘടനയിൽ പറയുന്നത് അനുസരിച്ച് നോക്കി വായിച്ചില്ലെങ്കിൽ അത് സത്യപ്രതിജ്ഞ ആയില്ലെങ്കിലോ എന്ന സംശയമുണ്ട്. പിന്നെയും വായിച്ചു. എന്തായാലും ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് തമിഴ്നാടിനെ ഇളക്കി മറിക്കുന്ന തന്നെയായിരുന്നു. ഗോപിക്ക് എന്താ തോന്നിയത്? താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ കാണുന്ന അതേ ആവേശത്തോടു കൂടി എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തെമ്പാട് നിന്നും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആ നിലയിലായിരിക്കും നോക്കിക്കണ്ടിട്ടുണ്ടാകും. വിജയുടെ ആരാധകർ മാത്രമല്ല, സിനിമാ പ്രേമികൾ ഒന്നാകെ ഇതൊരു സിനിമയാണോ നമ്മൾ കാണുന്നത് എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു വിജയുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും പ്രകടനവും ഒക്കെ. ഏതായാലും തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ഉത്തരവുകൾ വിജയ് ഇതിനോടകം തന്നെ ഇറക്കിക്കഴിഞ്ഞു. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു സ്ക്വാഡാണ്. അതുപോലെ തന്നെ ലഹരി മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ മൂന്നാമത് 200 വാട്ട് വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപഭോഗത്തിന് വേണ്ടി സൗജന്യമായി നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ. ഈ 3 തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വിജയുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞയും രാഷ്ട്രീയത്തിലേക്കുള്ള വരവും ഭരണതലത്തിലേക്കുള്ള വരവും ഒക്കെ 2 പ്രധാന സൂചനകൾ നമുക്ക് തരുന്നത്. ഒന്ന്, തമിഴ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. 2, ദേശീയ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ. ഇതിനോടകം തന്നെ 2 പ്രതികരണങ്ങൾ വന്നു. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലം DMK-ക്കൊപ്പം നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടി പിന്നിൽ നിന്ന് കുത്തി എന്നതാണ്. അത് പ്രധാനമന്ത്രി വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടുകൂടിയാണ് അദ്ദേഹം കോൺഗ്രസിനെ ഈ നിലയിൽ കോൺഗ്രസ് വഞ്ചിച്ചു എന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 2, ഇന്നിപ്പോൾ വിജയ് പറഞ്ഞിരിക്കുന്നത് 10 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കി വെച്ചിട്ടാണ് DMK സർക്കാർ അധികാരം ഒഴിഞ്ഞതെന്ന്. അതിന് MK സ്റ്റാലിൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വലിയ പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. 1, പ്രളയമുണ്ടായിരുന്നു, 2, കോവിഡ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ നടത്തിയിട്ടുള്ള സർക്കാരാണ് തൻ്റെത്. എന്താണ് തമിഴ്നാട്ടിലെ ധനസ്ഥിതി എന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചതാണ്. അതിനുശേഷമാണല്ലോ വിജയ് താങ്കൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് പണമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഭരണം തുടങ്ങരുത് എന്ന് വിജയ്ക്ക് ഒരു ഉപദേശവും MK സ്റ്റാലിൻ നൽകിയിട്ടുണ്ട്. ഏതായാലും വിജയുടെ തമിഴ്നാട്ടിലേക്കുള്ള വരവ്, മുഖ്യമന്ത്രിയായിട്ടുള്ള അവരോധിക്കപ്പെട്ട ഈ സാഹചര്യങ്ങളൊക്കെ വലിയ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. നമുക്കറിയാം വിജയ് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം അദ്ദേഹത്തിന് മുൻപുള്ള ഇപ്പോൾ MGR-നെയോ ജയലളിതയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് നമുക്കറിയാം. കാരണം MGR 1953 പൊതുപ്രവർത്തകനായി അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാകുന്നു. 20 വർഷക്കാലം അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തിച്ചു. 72-ലാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതും. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് MGR തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. അതായത് 10-25 കൊല്ലത്തെ നിക്ഷേപത്തിനൊടുവിലാണ്, പ്രവർത്തനത്തിനൊടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. പക്ഷേ വിജയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാലം മാറി, ആധുനികമായ സാങ്കേതിക സൗകര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെയുണ്ട്. 33% വരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ജെൻസി വോട്ടർമാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് വലിയൊരു ആരാധക സമൂഹത്തെ വിജയ് ഉണ്ടാക്കിയിരുന്നു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഘടന ഇടപെട്ടിരുന്നു. അങ്ങനെ കൃത്യമായ കാൽക്കുലേഷനോട് കൂടിയാണ് വിജയ് ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള വിജയുടെ എല്ലാ നീക്കങ്ങളും എല്ലാ കണക്കുകൂട്ടലുകളും ശരിയായി തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ കമലഹാസനും വിജയകാന്തും ഒക്കെ പരാജയപ്പെട്ട തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ആദ്യമായി ഭരണത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി വിജയ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിലാണ് നമ്മുടെ ആകാംക്ഷ. അതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ വിജയിയുടെ നിലപാട് എന്തായിരിക്കും, TVKയുടെ നിലപാട് എന്തായിരിക്കും എന്ന്. താങ്ക് യു ഗോപികൃഷ്ണൻ. കാശ്മീർ താജ് ഇബ്രാഹിം, ശരിക്കും നമ്മൾ കരുതും ഒരുപക്ഷെ ഒരു സിനിമ എൻട്രി പോലെ അദ്ദേഹം ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എന്നാൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ 10 കൊല്ലത്തെ പ്രവർത്തന രീതി നമ്മൾ പരിശോധിച്ചാൽ ഗ്രഹപാഠം ചെയ്തുള്ള യാത്രയായിരുന്നു. ഡിജിറ്റൽ മീഡിയയുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചു. ഇറക്കിയ സിനിമകളിലെല്ലാം തന്നെ ഒരു ടാർഗറ്റഡ് സിനിമകളായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ വിഷണറി പോലെ വിജയ് പ്രവർത്തിച്ചു എന്ന് പറയേണ്ടി വരുന്ന രീതിയിലാണ് ഈ 10 കൊല്ലം. പ്രത്യേകിച്ച് 2 വലിയ മുന്നണികൾ AIADMK, DMK എന്ന് പറയുന്ന തമിഴ് രാഷ്ട്രീയം അറിയാവുന്ന 2 മുന്നണികളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഇത് ഒരുപക്ഷെ MG രാമചന്ദ്രനോ ജയലളിതയ്ക്കോ പോലും നേരിടേണ്ടി വരാത്ത രാഷ്ട്രീയ സാഹചര്യവും പശ്ചാത്തലമുള്ള തമിഴ്നാട്ടിൽ ഇപ്പോൾ അദ്ദേഹം കൊടി വെച്ച് കയറി. നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റുമോ? കഴിയില്ല. എൻ്റെ ഒരു ഇൻട്രോ തമിഴ്നാട്ടിൽ ഭയങ്കര വൈറലായിരുന്നു. അത് കരൂർ ദുരന്തത്തിന് ശേഷം അന്ന് രാത്രി നമ്മുടെ എൻകൗണ്ടർ പറഞ്ഞ ഇൻട്രോ ആണ്. അപ്പോൾ DMK AIADMK ഗ്രൂപ്പുകൾ അനുകൂലമായും TVK ഗ്രൂപ്പ് അല്ലെ വിജയ ആരാധക ഗ്രൂപ്പുകൾ ഭയങ്കര തെറിവിളി, തമിഴിൽ കൊട്ട തെറിവിളി കേട്ട. എനിക്ക് ഒരു അത്യാവശ്യം നല്ല തെറിയായിരുന്നു. SK കേരളത്തിലുള്ള വിജയ ആരാധകർ എന്നെ ഒന്ന് ഇൻബോക്സിൽ വന്നിട്ട് തമിഴ് തെറിവിളി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നീ മലയാളിയല്ലേ, എന്നെ മലയാളം തെറിവിളിച്ചാൽ പോരെ ഇതിലേക്ക് പോയി. അത് കുറ്റം പറയാൻ പറ്റില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഒരു കഴിവില്ലാത്ത ഒരാൾ, ഒരു ദുരന്തമുഖത്ത് നിന്നും എലിയപ്പോ പേടിച്ചോടിയ ഭീരു എന്നൊക്കെ ആഞ്ഞടിച്ചിട്ടുണ്ടോ ആയിരുന്നു ഇൻട്രോ. SK യഥാർത്ഥത്തിൽ അത് വെറും ആൾക്കൂട്ടം മാത്രമാണ്, വോട്ടാവാൻ പോകുന്നില്ല എന്ന് വ്യക്തിപരമായി വെറും ആരാധക വൃന്ദം, അതൊന്നും വോട്ടാവാൻ പോകുന്നില്ല, വെറും ആരാഷ്ട്രീയ കൂട്ടം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാണ്. ഞാൻ വിചാരിച്ചു
പരമാവധി ജയിക്കുകയാണെങ്കിൽ പേരമ്പൂരിൽ വിജയ് മാത്രം ജയിക്കും എന്ന് കരുതിയ ആളാണ് ഞാൻ. എസ് കെ അത് നമ്മുടെ കഴിവുകളാണ്. അല്ലെങ്കിൽ വിജയ് ഈ പറയുന്ന പോലെ ആൾക്കൂട്ടം മാത്രമാണ് വോട്ടാവില്ല എന്ന് ചിന്തിച്ച മനുഷ്യന്മാർ, ഈ പറയുന്ന രാഷ്ട്രീയ ബുദ്ധിജീവികൾ, സൈദ്ധാന്തികന്മാരൊക്കെ വിജയ് എഴുതി വെച്ച് ചുവരെഴുത്ത് വായിക്കാതെ പോയവരാണ്. നേരത്തെ എസ് കെ പറയുന്ന പോലെ വിജയ് ഇപ്പോൾ തുടങ്ങിയതല്ല. 2014 മുതൽ വിജയുടെ സിനിമകൾ നോക്കിയാൽ അറിയാം. ആറ്റ്ലി എന്ന് പറയുന്ന സംവിധായകൻ യഥാർത്ഥത്തിൽ വിജയുടെ പൊളിറ്റിക്കൽ ചോയ്സ് ആയിരുന്നു. ആറ്റ്ലി വിജയ് കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ സിനിമയുടെ ചുവരെഴുത്തുകൾ അന്ന് തുടങ്ങി വെച്ചതാണ്. അന്ന് ആ സിനിമ കണ്ടു തുടങ്ങിയ കുട്ടികൾ ഇന്ന് കൃത്യമായി വിജയുടെ കൃത്യമായ ഷാർപ്പായ വോട്ട് ബാങ്കാണ്. എസ് കെ കൃത്യമായ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് വിജയ് സ്വീകരിച്ചു. ആ വോട്ട് ബാങ്കിൽ കൂടി വിജയ് തമിഴ്നാടിന്റെ അധികാരത്തിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല എസ് കെ സി ജോസഫ് വിജയ് എന്ന് പറഞ്ഞു തുടങ്ങി എപ്പോഴാണ് വിജയ് അത് BJP ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നു. ഇത് വിജയ് അല്ല, ഇത് ജോസഫ് വിജയ് ആണെന്ന് ഉയർത്തുന്നു. അതിനുശേഷം ജോസഫ് വിജയ് എന്ന വാക്ക് വിട്ടിട്ടില്ല. അത് കൃത്യമായി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതടക്കമുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഈ കാലങ്ങൾ അത്രയും കൃത്യമായ ഗൃഹപാഠം പോലെ വിജയ് മുന്നോട്ടേ കൊണ്ടുവന്നു. എസ് കെ പിന്നെ വിജയ്ക്കെതിരെ ഉയർന്ന ആരോപണം ഐഡിയോളജി ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഇതൊരു ഐഡിയോളജി ഇല്ലാത്ത പാർട്ടി ഇവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിക്കുന്നു. എസ് കെ അതും ഈ പറയുന്നത് നമ്മൾ കാലത്ത് മാറിയ കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കാത്ത തോന്നുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു തർക്കം ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ വോട്ടും അപ്പൊളിറ്റിക്കൽ വോട്ടും. അങ്ങനെയില്ല, എല്ലാ വോട്ടും പൊളിറ്റിക്കലാണെന്ന് ഞാൻ പറയാനുള്ള കാരണം കാലം മാറുമ്പോൾ ഐഡിയോളജി പ്രത്യയശാസ്ത്രം എന്ന വാക്കിനും കാലാനുസൃത മാറ്റം ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കാലഹരണപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ ഐഡിയോളജിയുടെ ബാഗേജുമായി വന്ന ദ്രാവിഡ ഐഡിയോളജി വന്ന DMK എന്ന മുന്നണി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൊളിറ്റിക്കൽ എതിരാളി DMKയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര എതിരാളി സംഘമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ഇറങ്ങിയത്. അവരോട് നേർക്കുനേർ പോരാട്ടമായിരുന്നു വിജയ്. ഏത് DMK ഈ പറഞ്ഞ കരുണാനിധിക്ക് ശേഷം അഴഗിരിക്ക് ശേഷം സ്റ്റാലിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ, ഇനി അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ, അങ്ങനെ മക്കളെ രാഷ്ട്രീയത്തിൽ കൂടെ കുപ്രസിദ്ധമായ DMK ആണ്. ആ മക്കളുടെ രാഷ്ട്രീയം കൃത്യമായി വിജയ് ഈ വേദികൾ ഉന്നയിച്ചു. അത് മാത്രമല്ല DMKയുടെ ഗുണ്ടകളായി നടന്ന മനുഷ്യന്മാർക്ക് അതിസമ്പന്നരായി BMW കാറിൽ നടക്കുന്നു. അഴിമതി അടക്കം കാര്യം ഉന്നയിച്ചു. അതിൽ കൊളത്തൂരിൽ ഇപ്പൊ MK സ്റ്റാലിൻ മത്സര കൊളത്തൂരിലടക്കം 8 നിലയിൽ പൊട്ടിച്ചുകൊണ്ട് വിജയ്ക്കൊപ്പം ആ ജനത കൂടെ വന്നു. യാഥാർത്ഥ്യമാണ്. ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വളർന്നു, അത് പഞ്ചാബിൽ വളർന്നു. അത് പരാജയപ്പെട്ടെങ്കിൽ അതിന് കാരണം ഐഡിയോളജി ഇല്ലാത്തതുകൊണ്ടല്ല. എസ് കെ ഐഡിയോളജി ഇല്ലാതെ പരാജയപ്പെട്ടാണെങ്കിൽ CPM അടക്കം ഐഡിയോളജി ഉള്ള ഒരു പാർട്ടി പരാജയപ്പെടാൻ പാടില്ല. ഇപ്പോഴും CPM പരാജയപ്പെട്ട അത്രയും പരാജയം ആം ആദ്മി അവിടെ നേടിയിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം വിജയ് ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിനോട് ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടായി. ആ വിശ്വാസതയിൽ ജനം ഒന്നാകെ വിജയ്ക്കൊപ്പം നിന്നു. ഇനി നാളെ ആ നിലപാടിൽ കള്ളം ചേർത്താൽ, ആ നിലപാടിൽ വഞ്ചന കാണിച്ചാൽ, ഈ പറഞ്ഞ പ്രോമിസ് ഡെലിവറി തയ്യാറല്ലെങ്കിൽ ആ ജനത എങ്ങനെ അധികാരത്തിലേക്ക് വരും അതേപോലെ കാരവാഴി താഴടിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.